ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സമുദായ കൂട്ടായ്മയുടെയോ അനുയായിയോ അനുഭാവിയോ അനുധാവകനോ അല്ല. എങ്കിലും ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മുസ്ലിം ലീഗ് ചെയ്ത ഒരു നോബിൾ ഡീഡ്, വളരെ കുലീനമായ ഒരു മാതൃകയെ പ്രശംസിക്കാൻ തോന്നുന്നു, അഥവാ പ്രശംസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വയനാട് മുട്ടിൽ മേപ്പാടി റോഡിൽ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്ത് അവരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന 105 വീടുകളിൽ 51 എണ്ണത്തിൻ്റെ താക്കോൽദാനം അവർ നിർവഹിച്ചിരിക്കുന്നു. അത് നിർവഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാചകങ്ങൾ വളരെ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഈ വീടുകൾ ഞങ്ങളുടെ ഔദാര്യത്തിൽ ആർക്കും നൽകുന്നതല്ല. അങ്ങനെ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇത് നൽകുന്നതെന്ന് ഏതെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരേണ്ടതില്ല, മറിച്ച് ഞങ്ങളൊരു ബാധ്യത നിർവഹിക്കുക. ആ വാചകങ്ങൾ എനിക്ക് വളരെ നോബിളായി തോന്നി. ഷേക്സ്പിയറിൻ്റെ ഒരു വാചകമുണ്ട്, റിച്ച് ഗിവ്സ് വാക്സ് പുവർ വെൻ ഗിവേഴ്സ് പ്രൂവ് അൺകൈൻഡ്. ഏറ്റവും നല്ല ഉപഹാരമാണെങ്കിലും, ഏറ്റവും നല്ല സമ്മാനമാണെങ്കിലും, ഏറ്റവും മികച്ച പാരിതോഷികമാണെങ്കിലും അതൊന്നിനും കൊള്ളാത്തതായി പോകുന്നു. റിച്ച് ഗിവ്സ് വാക്സ് പുവർ വെൻ ഗിവേഴ്സ് പ്രൂവ് അൺകൈൻഡ്. കഠിന ഹൃദയത്തോടു കൂടി അല്ലെങ്കിൽ നല്ല മനസ്സോടു കൂടിയല്ല ആളുകൾ അത് കൊടുക്കുന്നെങ്കിൽ. ഇതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാചകത്തിൽ എനിക്ക് പ്രതിഫലിച്ചു കണ്ടത്. ഷേക്സ്പിയറിന്റെ മറ്റൊരു വാചകം എനിക്ക് ഓർമ്മയായി. സ്വീറ്റ് മേഴ്സി ഈസ് നൊബിലിറ്റീസ് ട്രൂ ബാഡ്ജ് എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മധുരമാർന്ന കരുണ, മധുരമാർന്ന മേഴ്സി ഈസ് നൊബിലിറ്റീസ് ട്രൂ ബാഡ്ജ്. അതാണ് യഥാർത്ഥത്തിൽ കുലീനതയുടെ അടയാളം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാചകത്തിലൂടെയും മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചതാണ്. മാത്രമല്ല, അവരുണ്ടാക്കി കൊടുത്തിരിക്കുന്ന വീടുകൾ ഓരോന്നും 3 ബെഡ്റൂമുകൾ വീതമുള്ള, ഇനിയും വികസിപ്പിക്കാൻ സൗകര്യമുള്ള വിധത്തിൽ വളരെ വിശാലമായ വീടുകളാണെന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മയായത് ഇന്ത്യ ചരിത്രത്തിൽ നടന്ന മറ്റൊരു നഗരത്തിൻ്റെ കഥയാണ്. 1911 ഇന്നത്തെ ജാർഖണ്ഡിൽ ജാംഷഡ്ജി ടാറ്റ ഉണ്ടാക്കി. അന്ന് സാക്ജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പിന്നീട് 1919 ലോർഡ് ഷെംസ്ഫോർഡ് അതിന് ജാംഷഡ്പൂർ, ടാറ്റയുടെ ആദരാർത്ഥം ജാംഷഡ്പൂർ എന്ന നഗരം ഉണ്ടാക്കിയ കഥയാണ്. ആ നഗരം ഉണ്ടാക്കുമ്പോൾ ജാംഷഡ്ജി ടാറ്റ തൻ്റെ മകൻ എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നു, നാം ഉണ്ടാക്കുന്ന പട്ടണത്തിന് വിശാലമായ റോഡുകൾ ഉണ്ടായിരിക്കണം, വിശാലമായ കളിസ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം, മൈതാനങ്ങൾ ഉണ്ടായിരിക്കണം, എല്ലാ ജാതി മതത്തിലും വിഭാഗങ്ങളിലും പെടുന്ന ആളുകൾക്ക് സാഹോദര്യത്തോടും രമ്യതയോടും കൂടി താമസിക്കാൻ പോകുന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല, അവിടെ അവരുടെ ആരാധനാലയങ്ങൾക്ക്, ക്ഷേത്രം, ഹിന്ദുക്കൾക്ക് ക്ഷേത്രം, മുസ്ലിങ്ങൾക്ക് പള്ളി, ക്രിസ്ത്യാനികൾക്ക് ചർച്ച്, ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സ്ഥലവും സൗകര്യവും നീക്കിവെക്കണം. അത് വളരെ മഹത്തായ ഒരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ജംഷഡ്പൂരിൽ നമ്മുടെ ടാറ്റ സ്റ്റീൽസിൻ്റെ ആസ്ഥാനമായ ആ നഗരത്തിൽ, ടിസ്കോ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്, ആ നഗരത്തിൽ ഇപ്പോഴും ആ സൗകര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അന്ന് ഒരു വിഷണറി ആയിക്കൊണ്ട്, അഥവാ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട ആ കാര്യം വളരെ മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെയും രമ്യതയുടേതുമായ ഒരു ചിത്രമാണ്. അതേ ചിത്രമാണ് അതിൽ അത്ര മെഗാ സ്കെയിലിൽ അല്ലെങ്കിലും മുസ്ലിം ലീഗ് വയനാട്ടിൽ പ്രാപ്യമാക്കിയിരിക്കുന്നത്. എനിക്ക് ഷേക്സ്പിയറിൻ്റെ തന്നെ മറ്റൊരു പ്രാർത്ഥന ഓർത്തു പോകുന്നു. ലെറ്റ് ഓൾ ദ നമ്പർലെസ് സ്റ്റാർസ് ഷെഡ് ദർ ഗോൾഡൻ ലൈറ്റ് ഓൺ ദ ഫെയർ പാത്ത് എന്ന് പറഞ്ഞിരുന്നു. എല്ലാ അനന്ത കോടി താരകങ്ങളും അവരുടെ സുവർണ പ്രഭ നിങ്ങളുടെ ഈ ഭാസുരമായ വഴിയിൽ ചിതറട്ടെ എന്നാണ് വാചകങ്ങൾ പരിഭാഷപ്പെടുത്തി നമുക്ക് കിട്ടുക. ഹിൽട്ടൻ്റെ ഒരു നോവലുണ്ട്, 1933 ഹിൽട്ടൺ എഴുതിയ നോവൽ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവലിൽ മനോഹരമായ ഒരു പർവ്വത നഗരത്തെ സങ്കല്പിക്കുന്നു, അഥവാ ഒരു പർവ്വത തുറസ്സിനെ സങ്കല്പിക്കുന്നുണ്ട്. ആ പർവ്വത പ്രദേശം ഷാങ്ഗ്രില എന്ന ആ പർവ്വത പ്രദേശത്ത് ആളുകൾ ദീർഘകാലം രമ്യതയിലും സ്നേഹത്തിലും സൗഹൃദത്തിലും ആരോഗ്യത്തോടും കൂടി കഴിയുന്നു. അങ്ങനത്തെ ഒരു പട്ടണമായിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വയനാട്ടിലെ തൃക്കൈപ്പറ്റയിലെ പട്ടണം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ അധ്യക്ഷനും അതിൻ്റെ അനുയായികൾക്കും ആ പ്രവൃത്തിയിൽ പങ്കുവച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ബഹുമതസ്ഥർ അധിവസിക്കുന്ന, ബഹുമതസ്ഥർ അവരുടെ പൂജയും അവരുടെ ആരാധനാ രീതികളും അവർ എന്തിനെ അനുധാവനം ചെയ്യുന്നോ ആ രൂപത്തിൽ ഒരു കേന്ദ്രമുണ്ടാക്കി അവിടെ താമസം ഉറപ്പിക്കുക, യാതൊരു മതവിവേചനവും ഇല്ലാതെ താമസം ഉറപ്പിക്കുക എന്നത് ഇക്കാലത്ത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ചെയ്ത വലിയൊരു മാതൃകയാണെന്ന് സമ്മതിച്ച് മതിയാവും. മുസ്ലിം ലീഗിനോട് മറ്റേ ആർക്കും അസൂയ തോന്നേണ്ട നിമിഷമാണിത്. പക്ഷെ നമുക്കവരെ അഭിനന്ദിക്കാം, പ്രശംസിക്കാം. ജയ് ഹിന്ദ്.